നമസ്കാരം. പൊളിടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. വീണ്ടും നമസ്കാരം. ഈ മുസ്ലിം ലീഗ് കഴിഞ്ഞ 1.5 മാസമായിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊന്നുമില്ല, ഒരു സീറ്റും കൂടി വേണമെന്നാണ്. അതെ, അതിപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. പക്ഷേ കോൺഗ്രസും ആദ്യം വിചാരിച്ചിരുന്നത്, ലീഗും എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട്. അപ്പം കോൺഗ്രസും വിചാരിച്ചത് ഇത്തവണ വെറുതെ ചോദിക്കുകയായിരിക്കും, കൊടുക്കേണ്ടി വരില്ല എന്നാണ്. അപ്പം ഇത് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, കണ്ണൂർ ഞാൻ മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ കെ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഒഴിവ് വരുന്നുണ്ട്, ഒരു സീറ്റ് ഒഴിവ് വരുന്നുണ്ട്. വയനാട്ടിൽ ഇദ്ദേഹം മത്സരിക്കോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അന്ന് ഒരു തീരുമാനം എത്തിയിട്ടുണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി. അപ്പോൾ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് കുറച്ചും കൂടി അപ്രമാദത്തുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം മലപ്പുറം ജില്ലയുടെ കുറച്ച് മണ്ഡലങ്ങളും കൂടി ചേർന്നാണ് ഈ വയനാട് എന്ന് പറയുന്നത്. വയനാട്ടിൽ 3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലീഗിന് കുറച്ചും കൂടി സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ് വയനാട് എന്നുള്ളതുകൊണ്ടാണ് അവർ വയനാട് അല്ലെങ്കിൽ കണ്ണൂർ കിട്ടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. കോഴിക്കോട് കിട്ടില്ലെന്നറിയാം, കാരണം സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരുന്നു, ലീഗിന് ഇത്തവണ എന്തായാലും 2 സീറ്റല്ലാതെ 3ാമത്തെ ഒരു സീറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ലീഗ് അതിൽ ഉറച്ചു നിൽക്കുകയും ലീഗിന് സീറ്റ് വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച നടക്കേണ്ട ഇവരുടെ UDF നടക്കാതെ പോയി. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് സീറ്റിൽ കിട്ടുക, നിങ്ങൾക്ക് പകരം ഞങ്ങൾ രാജ്യസഭാ സീറ്റ് നൽകും എന്നാണ്. എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, രാജ്യസഭ സീറ്റ് നൽകുന്നത് പരിഗണിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ലീഗിനെ എങ്ങനെയെങ്കിലും സൂചിപ്പിച്ച് കൂടെ നിർത്തേണ്ടത് ആവശ്യമാണ്. ഈ ഊരാ കൊടുക്കുന്ന കോൺഗ്രസിന് എങ്ങനെയെങ്കിലും മുക്തി നേടുകയും വേണം, കാരണം ഇലക്ഷൻ എടുത്ത് വരികയാണല്ലോ. ശരിക്കും എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ വലിയ ഊരാക്കുടുക്ക് ലീഗിനാണ്. അതെ, ലീഗിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവരെന്ത് പറയാം, എല്ലാ തെരഞ്ഞെടുപ്പിനും പറയാം. പിന്നെ രാജ്യസഭാ സീറ്റ് എങ്ങനെ കൊടുക്കും? കോൺഗ്രസിന്റെ ഇപ്പോൾ എത്ര രാജ്യസഭാ സീറ്റുണ്ട്? ഇത് ഏത് സീറ്റാ കൊടുക്കുന്നവര്? അപ്പം എന്തായാലും ഒരു സീറ്റിന് കൂടി കോൺഗ്രസിന് സാധ്യത ഉള്ളതാണ് കേരളത്തിൽ. പിന്നെ അത് BJP അല്ല, ലീഗിന് എങ്ങനെ കൊടുക്കാം? ലീഗിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരിപ്പോ ഈ 3ാം സീറ്റ് ആവശ്യപ്പെട്ടത് ക്ലെയിമിന് വേണ്ടിയിട്ടാണ്. ലീഗ് എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ ലീഗ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലീഗിനൊന്നും ചെയ്യാനില്ല. ലീഗിനൊന്നും ചെയ്യാനില്ല. LDF-ലേക്ക് പോവാ. അല്ല, അവരിപ്പോ വലിയ പ്രതിസന്ധി തന്നെയാണ്. ലീഗിന് CPM-ലേക്ക് പോകാൻ പലതവണ പല രീതിയിൽ ക്ഷണിച്ചിട്ടുണ്ട്, പല വിധത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ലീഗിന് അങ്ങനെ ഇപ്പം പോകാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല, അങ്ങനെ അവർ പോകുന്നില്ല എന്നേ ഉള്ളൂ. നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഇദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. EP ജയരാജൻ, LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ കോൺഗ്രസ് ദുർബലം എന്ന് പറഞ്ഞാൽ തീർത്തും ദുർബലമാണെന്നും ലീഗിന്റെ വോട്ട് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇന്ന് കോൺഗ്രസ് പിടിച്ചേക്കുന്നതും, നാളെ കോൺഗ്രസ് പോവുകയാണെങ്കിൽ അതോടുകൂടി ലീഗ് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാറ്റ് പോകുന്നു, ഒരു സ്ഥലത്തും ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. ഇത് വളരെ കൃത്യമായിട്ടൊരു കെണി കൂടിയാണ്. ഈ വെറുതെ തമാശ, അയാൾ പല തമാശയും പറയുമെങ്കിൽ പോലും ഇപ്പൊ ഇന്നലെ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചായിരുന്നു. കുഞ്ഞനന്ദൻ ഈ TP കൊലക്കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പറ്റാത്ത വ്യക്തിയാണെന്നാണ് അവസാനമായിട്ട് പറഞ്ഞ തമാശ. പക്ഷെ ഇതൊരു തമാശയല്ല കേട്ടോ. ലീഗ് കോൺഗ്രസിനെ വിട്ടുപോയാൽ, അല്ലെങ്കിൽ UDF എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാൽ ലീഗ് വിട്ടുപോയാൽ പിന്നീട് കോൺഗ്രസിന് പല സ്ഥലങ്ങളിലും വിജയിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുണ്ടാവും, വോട്ട് അങ്ങനെയാണല്ലോ, വോട്ട് ഷെയർ എപ്പോഴും ലീഗും അങ്ങനെ തന്നെയാണല്ലോ. അതെ, ലീഗ് ജയിക്കുന്നതും പുറത്ത് ലീഗ് ഒരു വലിയ പാർട്ടിയാണെന്ന് പറയുമെങ്കിലും കോൺഗ്രസിനും അതേപോലെ ശക്തിയുള്ള സ്ഥലമാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും ജയിക്കുന്നതൊക്കെ തിരിച്ചു മറിച്ചൊക്കെയാണ്. ഇപ്പൊ കണ്ണൂരിലെ നല്ല, പിന്നെ അവകാശപ്പെടാമെന്നല്ലാതെ അല്ല, അവകാശം ആർക്കും അത് പറയാം. അപ്പം അത് കാസർഗോഡായാലും കണ്ണൂരായാലും അതുപോലെ തന്നെ ഈ കോഴിക്കോട് തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ നോക്കിയിട്ട് കോൺഗ്രസിലെ കരയുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെ പാൽ കൊടുക്കാൻ അവിടെ ഇല്ല. അപ്പൊ പിന്നെ ലീഗ് കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, അതിലും അവര് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ശരിക്കും പറഞ്ഞാല് ഈ മുസ്ലിം ലീഗിന് 3ാമതൊരു സീറ്റിന് കൂടി അവകാശം ഉണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞു. അത് പറയാം, അത് എല്ലാ പ്രാവശ്യം പറയുന്ന അവകാശമുണ്ട്. VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. K മുരളീധരൻ വരെ പറഞ്ഞിട്ടുണ്ട് ലീഗിന് വലിയ സാധ്യത, 3ാം സീറ്റിന് സാധ്യത. ഇവര് ഭയപ്പെടുന്ന ഇതൊന്നല്ല. ഇവരെ ഭയപ്പെടുത്തുന്ന എന്താണ് സംഭവം? ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 4 മന്ത്രിമാരായിരുന്നു ലീഗിനുണ്ടായിരുന്നത്. ഇപ്പം മഞ്ഞളാംകുഴി അലീനെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് 6ാമത്തെ മാസത്തിൽ വലിയ രീതിയിലുള്ള ഈ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ, രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഭയങ്കര ശ്രമം നടത്തി. ഒടുവിൽ, കാരണം മഞ്ഞളാംകുഴി അലീനെ ചാടിച്ചു കൊണ്ടുവന്നത് CPM എന്ന് ചാടിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം, എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ലീഗ് പെടും. അതേസമയം ലീഗിന് ഓൾറെഡി 4 മന്ത്രിസ്ഥാനം അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്തിട്ട് 5ാം മന്ത്രിസ്ഥാനം നേടി. ഈ 5ാം മന്ത്രിസ്ഥാനം അന്ന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഇവരുടെ തോൽവിക്ക് ഒരു കാരണം
ഇപ്പം പല കാരണങ്ങളുണ്ട്, അറിയാം. സോളാർ കേസുണ്ട്, ബാർക്കോഴ കേസുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അടിത്തട്ടിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് ഈ 5ാം മന്ത്രി സ്ഥാനമായിരുന്നു. മഞ്ഞളംകുഴി അലിക്ക് കൊടുത്ത ആ ഒരു ഇതിലാണല്ലോ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ പാലം മന്ത്രി ഉണ്ടല്ലോ, ഇബ്രാഹിം കുഞ്ഞ്. ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞ ലീഗാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതെ അതെ അതെ. അപ്പം ഇത് ഭയങ്കരമായിട്ട് വേറെ മറ്റ് ഇതര സമുദായക്കാരെയൊക്കെ അന്ന് ഈ 5ാം മന്ത്രി സ്ഥാനം വലിയ ചർച്ച വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുകയും അല്ലെങ്കിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്ന 2 സമുദായ നേതാക്കന്മാരിൽ ഒന്ന് നമ്മുടെ പുളിക്കഞ്ചേട്ട ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലെ പോപ്പായിരുന്നു. രണ്ടാമത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. ഇവർ രണ്ടുപേരും ഈ ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും അത് ഉറപ്പല്ലേ, അത് അത്തരത്തിലുള്ള ഏത് നീക്കങ്ങളും ആളുകളെ അതൊരു ജനാധിപത്യ ബോധ്യത്തോടുള്ള വെല്ലുവിളിയല്ലേ. കാരണം കഴിഞ്ഞ നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ തന്നെ വർധനമുണ്ടായി ലീഗിന്റെ. അപ്പൊ അത് കൊടുത്തതാണ്. അതെ അതെ. അപ്പൊ ഇത് ഇങ്ങനെ ഓരോ തവണയും അവകാശവാദം ഉന്നയിച്ചാൽ എന്തായാലും കേരളത്തിലെ വലിയ പാർട്ടി കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസിലെ ആളുകൾക്ക് തന്നെ സീറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു അത്രയേറെ പ്രഷറുള്ള സ്ഥലത്താണ് പിന്നെയും ലീഗിന് കൂടുതൽ സീറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഈ പറഞ്ഞ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ലീഗിന്റെ ഒരു ആവശ്യമാണ്. കാരണം അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ലീഗിന് ഇപ്പോൾ ഉള്ള സീറ്റൊക്കെ ആവശ്യമുണ്ട്. അല്ല, ഇതിൽ വേറൊരു വലിയ കോൺഗ്രസുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സീറ്റ്. പക്ഷേ ഇപ്പൊ എക്കാലത്തും ലീഗിനെതിരെയുള്ള ഒരു വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഒരു മലബാർ പാർട്ടിയാണ് എന്നുള്ളതാണ്. മലബാറിനപ്പുറത്തേക്ക് അവർക്ക് സീറ്റില്ല. പണ്ട് നമുക്കറിയാം ഇരവിപുരത്തൊക്കെ ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളമശ്ശേരിയിൽ 2 പ്രാവശ്യം വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ കളമശ്ശേരിയിലില്ല. ഈ ഇരവിപുരവും കൊല്ലം ജില്ലയിൽ അതൊക്കെ എന്നേ പോയി. സീറ്റ് ചിലപ്പം വീണ്ടും മത്സരിക്കാനൊക്കെ പറ്റുമായിരിക്കുമെങ്കിൽ പോലും ജയിക്കാവുന്ന സാഹചര്യം ഒന്നും ഇപ്പം ഈ ഇങ്ങോട്ടേക്കില്ല. അവർക്ക് ആകെ സീറ്റുള്ളത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്, മലബാറിൽ തന്നെയാണ്. അപ്പം മലബാറിന് അപ്പുറത്തേക്ക് അവർക്ക് വേരുകളില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ മലബാറിൽ ഒരു സീറ്റ് കൂടി ചോദിക്കുന്നത്. അവരുടെ ബലം കുറക്കുകയല്ലല്ലോ ചെയ്യണം, അവർ കൂട്ടണം. അപ്പം കൂട്ടി കൊണ്ടുവരണമെങ്കിൽ അവർക്കൊരു സീറ്റും കൂടി കിട്ടണം. രാജ്യസഭയിലേക്ക് ഒരു സീറ്റും പാർലമെന്റിലേക്ക് 3 സീറ്റൊക്കെ കിട്ടുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടി വലിയ പാർട്ടിയായി മാറും എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗിന് ഇത്രയൊക്കെ ഇതുണ്ടായി. ഇപ്പം ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക, ഞാൻ പല മുസ്ലിം ലീഗ് നേതാക്കന്മാരോടും ചോദിച്ചത്, മലപ്പുറത്തുനിന്ന് ജയിച്ചു പോയ അബ്ദുൾ സമദ് സമദാനി എന്താണ് പാർലമെന്റിൽ നടത്തിയ പ്രവർത്തനം? വലിയ ചോദ്യമാണേ അത്. ആളുകൾ അങ്ങനെയുള്ള ആളുകൾ പോയിട്ട് എന്താ കാര്യം എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിനോടൊപ്പം തന്നെയല്ലേ ഈ വീട് കൂടുതൽ സീറ്റ് ചോദിക്കുന്നത്. അതെ, അതിപ്പം ലീഗിനെ സംബന്ധിച്ച് മാത്രമല്ലോ. കോൺഗ്രസിന്റെ എംപിമാരുടെ നമ്മളൊരു ലിസ്റ്റ് എടുത്ത് എന്താ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, എങ്കിൽ പോലും ദേശീയ തലത്തിൽ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മുന്നണി അടിസ്ഥാനത്തിൽ നോക്കിയാൽ രാജേഷേ, ഇപ്പൊ RSPക്ക് ഒരു സീറ്റ്, കേരള കോൺഗ്രസ് ജോസഫിന് ഇപ്പോൾ ഒരു സീറ്റ് കൊടുത്തു, 2 സീറ്റും ഇവർക്ക് കൊടുത്തു, മുസ്ലിം ലീഗിന് കൊടുത്തു. പിന്നെ ഇനി 16 സീറ്റാ ഉള്ളത്. ഈ 16 സീറ്റിൽ ഇത്രയേറെ ആളുകളുള്ള ഒരു പാർട്ടി, സിറ്റിംഗ് എംപിമാരുണ്ട്. അതാ പറഞ്ഞേ, സിറ്റിംഗ് എംപിമാരുണ്ട്. ഇപ്പം വേക്കന്റ് എന്ന് പറയാനായിട്ട് ഇപ്പൊ 2 സീറ്റിനെ കുറിച്ചാണ്. 2 സീറ്റും പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയാവാ, സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് നമ്മൾ കാണാതെ പോകരുത്. എല്ലാവരും നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ചിലപ്പോൾ കണ്ണൂരിൽ മത്സരിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട്. കാരണം കണ്ണൂരിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സുധാകരനല്ലാത്ത ശക്തനായ നേതാവില്ല മത്സരിക്കുക എന്നുള്ളത് വലിയ വിഷയമുണ്ട്. ഇപ്പം വടകരയിൽ ശക്തനായ നേതാവില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് മുരളീധരനെ MLA സ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് ഈ വടകരയിൽ മത്സരിപ്പിച്ചത്. അന്ന് യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി തന്നെ വീണ്ടും വടകരയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആ സീറ്റ് നഷ്ടപ്പെടില്ലായിരുന്നു കോൺഗ്രസിന് യഥാർത്ഥത്തിൽ മുരളി എന്നുള്ള MLA ഇന്ന് നിയമസഭയിൽ ഉണ്ടായേനെ. അപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശന് വേണ്ടിയിട്ട് കളമൊരുക്കുകയാണ് അന്ന് ചെയ്തത്. അല്ലെങ്കിൽ മറ്റൊരാൾക്ക്, അതായത് മുരളീധരൻ കൂടി വരുന്ന സമയത്ത് കുറച്ചും കൂടി മുരളീധരൻ കുറച്ചും കൂടി ബാർഗൈനിങ് പവർ ഉള്ളതുകൊണ്ട് നിയമസഭയിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി സ്വീകാര്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നല്ല നിയമസഭാ സാമാജികനായിരുന്നു. ഈ മുഖ്യമന്ത്രിക്കെതിരെയല്ല ഇന്നിപ്പോൾ കാണുന്ന പല അഴിമതി പ്രശ്നങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടുകളും കൃത്യമായി വർത്തമാനമൊക്കെ പറയാൻ പറ്റുന്ന ഒരു വലിയ നേതാവ് തന്നെയായിരുന്നു കെ മുരളീധരൻ. അപ്പോൾ കെ മുരളീധരനെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് അയച്ചതോടുകൂടി അത്തരത്തിലുള്ള ആളുകളൊന്നും ഇല്ലാതായി. ഇദ്ദേഹം വീണ്ടും വടകരയിൽ മത്സരിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു 6 മാസം മുന്നേ പറഞ്ഞ് ഞാൻ വടകരയിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സിറ്റിംഗ് എംപിമാരെല്ലാം മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും മുരളി അവിടെ മത്സരിക്കുന്നു. മുരളി നല്ല മത്സരം കാഴ്ചവെക്കും. മാത്രമല്ല ഇപ്പം TP കേസ് വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നതോടുകൂടി വടകരയിൽ വീണ്ടും കോൺഗ്രസ് വിഷയം വീണ്ടും TP ആയി മാറി. കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട്
ഈ പിന്നെ ടി പി ചന്ദ്രശേഖരൻ തന്നെയായിരുന്നു. അതിന് ആ വൈകാരികത നിലനിർത്താൻ ഇവർക്ക് പറ്റിയാൽ അത് വലിയ ദോഷം ചെയ്യും. CPM വലിയ ദോഷം ചെയ്യും. അപ്പം ഇന്നിപ്പം വീണ്ടും ഇവരുടെ നേതാക്കന്മാർ, അതായത് ഇന്നലെ ഇദ്ദേഹം MV ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് ബന്ധമില്ലാന്ന്. ഇന്ന് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും പറഞ്ഞിട്ടുണ്ട് ഈ TP കേസിൽ ഞങ്ങൾക്ക് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേസ് മൊത്തം നടത്തിയിരിക്കുന്നത് അവിടെ കോഴിക്കോട് നടക്കുന്ന സമയത്തായാലും പിന്നീട് ഇത് ഈ 6 മാസക്കാലമായിട്ട് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹൈക്കോടതി. അതൊക്കെ ഇത് എത്ര ഇങ്ങനെ പ്രസ്താവന. അപ്പൊ ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് CPM ഇപ്പം കണ്ടിരിക്കുന്ന ഒറ്റ സ്ഥാനാർത്ഥിയെ അവർ കണ്ടിട്ടുള്ളൂ, അത് KK ശൈലജയാണ്. KK ശൈലജയ്ക്ക് അവിടെയുള്ള വലിയ പിന്തുണയും ഒക്കെ വെച്ചുകൊണ്ട് അവിടെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഇതാണ് CPMന്റെ ഒരു അവസ്ഥയും കോൺഗ്രസിന്റെ അവസ്ഥയും. അപ്പൊ ഇതിനിടയിലാണ് മുസ്ലിം ലീഗിൽ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഇത് സംഭവം ഉണ്ടാവും എന്നുള്ള കാര്യം. മുസ്ലിം ലീഗിന് സീറ്റ് കിട്ടുമെന്നൊന്നും അല്ല, സീറ്റ് ഇല്ലാന്ന് പറഞ്ഞു. സീറ്റ് ഇല്ലാന്ന് ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു. എല്ലാ തവണയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മുസ്ലിം ലീഗിന് അർഹതയുണ്ട്. ആർക്കും അർഹതയില്ലാത്ത എല്ലാവർക്കും അർഹതയുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ പി ജോസഫിന് വേണമെങ്കിൽ ഒരു സീറ്റ് ഇടുക്കി വേണം കൊടുക്കാം. കാരണം അദ്ദേഹത്തിന്റെ സ്ഥലം അവിടെ ജന്മനാട് അവിടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലം അവിടെയാണ്. ഇതില് വേറൊരു വലിയ ഇത് പറഞ്ഞ CMB കാലകാലമായിട്ട് പറയാറുണ്ട് ഞങ്ങൾക്കൊരു സീറ്റ് വേണം, ഞങ്ങൾക്ക് സീറ്റിന് ഒരു അർഹതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ജോണേട്ടൻ കഴിഞ്ഞ ദിവസവും വളരെ കൃത്യമായി പറയുണ്ടായി ഞങ്ങൾക്കൊരു സീറ്റ് വേണം. യഥാർത്ഥത്തിൽ അവർക്കൊരു സീറ്റും ഇല്ല. നിയമസഭയിൽ പോലും അവർക്ക് സീറ്റ് ഇല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. അതില് അങ്ങനെ നീ അഥവാ സീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കേ, ഇത് പാർലമെന്റിലേക്ക് മത്സരിക്കാനും നിയമസഭയിലേക്ക് മത്സരിക്കാനും ഒരാളേ ഉള്ളൂ, ജോണേട്ടൻ മാത്രമേ ഉള്ളൂ. അതാണ് CP ജോൺ എന്നുള്ള അതൊരു പ്രശ്നമല്ലേ അവിടെ. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും നേരത്തെ ഇപ്പൊ MV രാഘവനെ CPM എന്ന് പുറത്താക്കി അദ്ദേഹം CMB രൂപീകരിച്ചപ്പോൾ മുസ്ലിം ലീഗാണ് അഴീക്കോട് സീറ്റ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടന്നിട്ടുണ്ട്. എന്തിന് ഇപ്പം ആന്റണിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ ചരിത്രം കൂടി നമ്മളുണ്ട്. ഇത് തീരെ ഇല്ലാന്നല്ല. പക്ഷെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിറ്റിംഗ് MPമാരെ ആരും മാറാൻ തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കാസർഗോഡാണ് അവർ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത്. കാസർഗോഡ് ഒരിക്കലും രാജമോഹൻ ഉണ്ണിത്താൻ ഒരിക്കലും കൊടുക്കില്ല. അവിടെ ജയിക്കോ ഇല്ലോ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രാജമോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ ടെറിട്ടറി ആക്കി വെച്ചിരിക്കുന്ന ഒരു സീറ്റാണ്, അവിടെ കൊടുക്കില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ടൈമിൽ ജയിച്ച ആളല്ലേ. അതെ, MK രാഘവനും സീറ്റ് അവിടെ സിറ്റിംഗ് MP ആണ്. വളരെ ഒരു MLA പോലും ഇല്ലാത്ത സ്ഥലമാണ് കോഴിക്കോട്. കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലെങ്കിൽ പോലും MK രാഘവൻ ആ സീറ്റ് വളരെ കൃത്യമായി നിലനിർത്തി. ഇത്തവണ നിലനിർത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കണ്ടുവെക്കുമ്പോൾ നമുക്ക് തോന്നിയത് അവിടെ സീറ്റ് നിലനിർത്തുക തന്നെയാണ്. ഇതിൽ വേറൊരു തമാശ കൂടിയുണ്ട്. അതായത് ഇത്തവണ ഇവർ വെച്ചു മാറുന്നു പറഞ്ഞ് ലീഗിന്റെ നേതാക്കന്മാർ, അതായത് പൊന്നാനിയും മലപ്പുറവും ET മുഹമ്മദ് ബഷീർ ഇപ്പുറത്തും മുഹമ്മദ് അബ്ദുൽ സമദ് സ്ഥാനാനി തിരിച്ചും തൊഴുത്ത് മാറ്റി കിട്ടും എന്ന് പറയും. ഇതിനൊരു കാരണം എന്താണെന്നറിയാമോ? അതിലിപ്പോൾ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ET മുഹമ്മദ് ബഷീറിന് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, അതുകൊണ്ട് ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമാവാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് മലപ്പുറം സീറ്റ് കൊടുക്കണം. ഇപ്പൊ പൊന്നാനിയിൽ അത്ര എളുപ്പമല്ല. പൊന്നാനിയിൽ നല്ല തരത്തിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നല്ല മത്സരം വരാൻ പോകുന്ന ഒരു സ്ഥലമാണ്. എല്ലാ കാലത്തും നല്ല മത്സരമുള്ള സ്ഥലമാണ്. കാരണം അത്രയും കൂടെ സേഫായ സ്ഥലമല്ല. പക്ഷേ മലപ്പുറം വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിലുള്ളൊരു വിഷയം, P അഹമ്മദ് പാർലമെന്റിൽ കുഴഞ്ഞു വീണ് മരിച്ചതിന് ശേഷമാണ് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നത്. അപ്പം ഇത്രയൊക്കെ ആരോഗ്യപരമായ കാരണങ്ങളുള്ള ആളിനെ എന്തിനാണ് വീണ്ടും ലീഗ് മത്സരിപ്പിക്കുന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അത് തന്നെയല്ല, ലീഗില് ഒന്നാം തരം നല്ല യുവജന നേതാക്കളുണ്ട്. ഇപ്പൊ KN കാറിനെ പോലെ നല്ല പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റുന്ന വളരെ നല്ല ഭാഷ യങ്സ്റ്റേഴ്സ് ഒരുപാടുണ്ട്. അവരൊന്നും ഇവരെല്ലാം ചെറുപ്പകാലത്ത് മത്സരിച്ചിട്ടാണല്ലോ വലിയ നേതാക്കന്മാരാണ്. അതെ, ഇവരൊന്നും കണ്ണൂര് കോൺഗ്രസ് നേരത്തെ രാജേഷ് പറഞ്ഞു, കോൺഗ്രസ് സുധാകരനാണ് നല്ല നേതാവ്. ഇത് എത്രയോ പേര് ഇവിടെ ഈ സുധാകരനെ സിന്താബ് വിളിക്കുന്ന എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. ഒരു പരീക്ഷണം നടത്താൻ പോലും തയ്യാറാകുന്നില്ല. ലീഗ് കാണിക്കുന്ന എന്തൊരു ഇതാണ്. വയ്യെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേക്ക് മാറ്റി പാർലമെന്റ് ഓടി നടക്കേണ്ട 7 മണ്ഡലങ്ങളിൽ നോക്കേണ്ട ഒരാളാണ്. അതെ, അദ്ദേഹം വളരെ തലമുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ശരിക്കും ET മുഹമ്മദ് ബഷീറൊക്കെ സംഘടനാ രംഗത്തേക്ക് മാറിയിരുന്നുകൊണ്ട് അവിടെ വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ആളുകൾ ഉപദേശകരാണ് പാർട്ടി. അതെ, ഒരു എന്താ പറയണ്ടത്, മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ തലപ്പത്തേക്ക് ഇരിക്കേണ്ട ആളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരാളും തയ്യാറല്ല അതിന് സീറ്റ്. അതുകൊണ്ടാണ് ഈ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനാണ് ഈ 3-ാം സീറ്റിൽ ഭയങ്കരമായി കടിച്ചു തൂങ്ങിയെന്ന് പറഞ്ഞാൽ ലീഗിലുള്ള ഈ യുവജന വിഭാഗം മൊത്തം അസ്വസ്ഥരാണ് ഇത്തരത്തിലുള്ള ഈ നീക്കം. കാരണം എല്ലാ ആളുകളും ഇതിനിപ്പം PK ഫിറോസിനെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചെങ്കിൽ പോലും അവരെ ലീഗിന്റെ അശ്രദ്ധ കാരണം അവർ തോൽക്കുകയുണ്ടായത്. ലീഗിന്റെ അശ്രദ്ധ കൊണ്ട് മാത്രം തോറ്റ ഒരു മണ്ഡലമാണത്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അത് നടപ്പിലാക്കാതെ. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്താണെന്നറിയോ, CPM പോലെ തന്നെ
വളരെ കർക്കശമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബോഡിയുള്ള എന്നാൽ തങ്ങൾക്ക് വിടുക എന്നുള്ളത് കോൺഗ്രസ്സുകാർ ഹൈക്കമാൻഡിന് വിടും പോലെ അല്ല, അവിടെ ഒരു തീരുമാനം എടുക്കാം. അപ്പൊ ഇവർ രണ്ടുപേരും മാറി നിന്ന് പുതിയ ആളുകൾ വരണം എന്ന് ഈ പറയുന്ന പ്രസിഡന്റ് തങ്ങൾ പറഞ്ഞാൽ അത് നടപ്പാകുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. പക്ഷെ അത് പറയാത്തത് എന്താണെന്നുള്ളതാണ് നമ്മൾ അതിൽ വേറൊരു വലിയ വിഷയം കൂടി ഉണ്ട്. ടി മുഹമ്മദ് ബഷീറിന്റെ ഒരു ചരിത്രമുണ്ട്, അറിയാലോ. എന്താണ് അദ്ദേഹം പഴയ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. ഇത് മറ്റ് ഇതിലുള്ള മറ്റ് നേതാക്കന്മാർ എല്ലാം പഴയ വത്തക്ക ലീഗ്. വത്തക്ക ലീഗാണ്, അരിവാൾ ലീഗും ഇത് വത്തക്ക ലീഗാണ്. അപ്പം 84-ലാണല്ലോ ഇവര് പിന്നെ ലീഗ് ഒന്നാവുന്നത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിൽ യോജിച്ച് ഒറ്റ ലീഗായി. പക്ഷെ ഒറ്റ ലീഗായെങ്കിൽ പോലും ഇവരൊരിക്കലും ഒറ്റയായിട്ടില്ല. ഇവരെല്ലാ കാലത്തും രണ്ടായി നിൽക്കുകയും രണ്ടഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മുസ്ലിം ലീഗിൽ കുറച്ചും കൂടി തീവ്ര നിലപാടെടുക്കുന്ന നേതാക്കന്മാരിൽ ഒരാൾ എന്ന് പറയുന്നത് ടി മുഹമ്മദ് ബഷീറാണ്. അതുകൊണ്ട് തന്നെ ടി മുഹമ്മദ് ബഷീറിനെ അത്ര എളുപ്പത്തിൽ മാറ്റി നിർത്തുക പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ആത്യന്തികമായി തീരുമാനിക്കേണ്ട തന്നെയല്ലേ? തീരുമാനിക്കണം. അവിടെയാണ് വിഷയം. ഇപ്പം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിൽക്കുകയും പകരം അദ്ദേഹം തന്നെ അദ്ദേഹത്തെ താല്പര്യമുള്ള ഒരാളിനൊക്കെ നിർദ്ദേശിക്കാം. അല്ലാതെ ഇത്ര ആരോഗ്യമില്ലാത്തവര് സ്വസ്ഥമായി ഇവിടെ നിൽക്കുന്ന പാർട്ടിയെ നയിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചെന്ത് ചെയ്യും? ജനങ്ങൾ തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ തീരുമാനിക്കപ്പെടുമോ എന്നുള്ള സംശയം കൊണ്ടാണ്. ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, ഒരിക്കലും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ട് അപ്പോൾ അതേസമയം കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സ്ഥലമായാലും ഈ മലപ്പുറം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം മലപ്പുറത്തേക്ക് മാറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ലീഗിൻ്റെ ഈ നേതൃത്വം ശരിക്കും ഇത്തവണ രണ്ടുപേരെയും മാറ്റിയിട്ട് പുതിയ നേതൃത്വത്തെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നതാണ്. KN ഖാദറിനെ ഇവർ മലപ്പുറത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പുതിയ പി ഫിറോസിനെ പോലെയുള്ള ഒരു നേതാവിനെ പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പം നമ്മൾ നോക്കൂ, CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിയിൽ വരുന്ന ആരാണ്? DYF-ന്റെ സംസ്ഥാന പ്രസിഡന്റായ വസീഫാണ്. അപ്പം അവര് CPM ശരിക്കും എല്ലാ കാലത്തും അതുപോലെയുള്ള ഈ യുവാക്കളെ തന്നെ അവതരിപ്പിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയതും അത്തരത്തിലുള്ള ഒരു നേതാവിനെ പിന്നെ അവർ പാർലമെന്റിൽ മത്സരിപ്പിച്ചിരുന്നു. പക്ഷേ അയാൾ ജയിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ പോലും അവരെ ഒരു പുതിയൊരു സ്ഥാനാർത്ഥിയെ, ഒരു പുതിയ യുവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇവരാണെങ്കിൽ ഒരിക്കലും തയ്യാറാവുന്നില്ല. ഇനിയിപ്പം അബ്ദുൾ സമദ് സമദാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായമായി വയ്യാതൊരവസ്ഥ വരെ ഈ ഇതിങ്ങനെ തുടരുക എന്നുള്ളതാണ് ഇത്. അതുകൊണ്ട് ലീഗിൽ തന്നെ ഇതിൽ വലിയ എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പോലും കോണി കാണുമ്പോൾ വോട്ട് ചെയ്യുക എന്നുള്ളൊരു, അതായത് അരിവാൾ ചുറ്റി നക്ഷത്രം കാണുന്ന സമയത്ത് വോട്ട് ചെയ്യുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പിന്നെ ആരാധകരുള്ളതുപോലെ തന്നെ കോണി കാണുമ്പോൾ കോണിക്ക് വോട്ട് ചെയ്യുക. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം അസ്ഥാനത്തായതാണ്. അസ്ഥാനത്തൊക്കെ അത്രേ ഉള്ളൂ എന്ന് പറയാം. അസ്ഥാനത്താണെങ്കിൽ പോലും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് തോറ്റത് അവിടെ. അതെ. കുറ്റിപ്പുറം പോലെ ഒരു മണ്ഡലത്തിൽ കുറ്റിപ്പുറത്ത് തോക്കാനുള്ള വേറൊരു സാഹചര്യം ഉണ്ട്. അതും കൂടി നമ്മൾ പരിഗണിക്കാതെ പോകരുത്. അപ്പം ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, എന്ത് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം എന്ന് പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും തരത്തിൽ ആളുകളെ മുന്നിൽ അല്ലെങ്കിൽ അണികളെ മുന്നിൽ പിടിച്ചേക്കാൻ ഒരു സീറ്റ് കൂടി വേണമെന്നേ ഉള്ളൂ. അപ്പോൾ രാജ്യസഭാ സീറ്റ് കിട്ടും എന്ന് ഈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ തന്നെ അവർ ഹാപ്പിയാണ്. കാരണം പണിയെടുക്കാതെ ഒരു സീറ്റ് കൂടി കിട്ടും. വെറുതെ മെനക്കേണ്ട കാര്യമില്ല. രാജ്യസഭയിലായാലും ശരി, ലോകസഭയിലായാലും ശരി, എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതിയല്ലോ. എം പി തന്നെയാണല്ലോ. അപ്പം വഹാബൊക്കെ MB ആയിട്ട് കാലത്രേ, അയാൾ എപ്പോഴും MB ആയിക്കൊണ്ട് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ അതുപോലെ ഒരാളും കൂടി ഇവർ ഇറക്കുമതി ചെയ്യും. മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു MPന്റെ പിറകിൽ പിന്നീട് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് ലീഗിന്റെ മൂന്നാം ഈ പിന്നെ സീറ്റ് എന്നുള്ളത് എന്തായാലും കിനാവാണ്.